ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു താളിപ്പ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് പപ്പായാണ് എടുത്തത്. പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മൾ കർമൂസ ഇട്ടോ. കർമൂസ എടുത്തിട്ടുണ്ട്. കർമൂസ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്ത് ഒരു 3 വിസിൽ മതി കുക്കറിലാകുമ്പോൾ വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം, ഓയിൽ ഒഴിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ കടുകും കായ്മുളകും കറിവേപ്പിൻ്റെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കർമൂസ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ കർമൂസ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് തന്നെ. അപ്പം ഇത് തിളച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഇത്തിരി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. കുട്ടികൾക്കായാലും വലിയവർക്കായാലും സിമ്പിളായിട്ട് കഴിയും. നോമ്പൊക്കെ വരില്ല. അത്താഴത്തിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ താളിപ്പാട്ടോ കർമൂസ ആയാലും ചൊരങ്ങായാലൊക്കെ ഇതുപോലെ താളിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുന്ന